നമ്മുടെ നാട്ടിൽ ഒരു പക്ഷേ ആരും സംസാരിക്കാത്തൊരു വിഷയമുണ്ട്. അത് നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല. ജിം, അതായത് നമ്മൾ വ്യായാമം ചെയ്യാൻ പോകുന്ന ജിമ്മില്ലേ, ജിമ്മിൽ ശരിക്കും ക്രിട്ടിസൈസ് ചെയ്യേണ്ട പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ ട്രെയിനർ, നിങ്ങളെ പരിശീലിപ്പിക്കുന്ന ട്രെയിനറിൻ്റെ ക്വാളിറ്റി നിങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? കാരണം ഞാൻ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഒരുപാട് അനുഭവിച്ചതാണ്. ഈ ജിം എന്ന് പറയുന്നത് നമ്മൾ ആരോഗ്യം വീണ്ടെടുക്കാൻ പോകുന്നതാണ്. പക്ഷേ അതുപോലെ തന്നെ നമ്മളെ ലൈഫ് കുട്ടിച്ചാറാക്കാനും ഒരു ജിമ്മിന് സാധിക്കും. നല്ല രീതിയിലല്ല നിങ്ങൾ വ്യായാമം ചെയ്യുന്നെങ്കിൽ നിങ്ങളെ ബോൺസിന് ഇഷ്യൂ ഉണ്ടാകും. നിങ്ങൾ നല്ലപോലെ ഫുഡ് കഴിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളെ ആരോഗ്യം നശിച്ചു പോകും ആരോഗ്യം. ഇപ്പം നമുക്ക് കുറേയൊക്കെ അറിവുണ്ട്. പക്ഷേ ഞാൻ 90s കിഡാണ്. ഞാൻ പോയ സമയത്ത് ജിമ്മിൽ നിങ്ങൾക്കൊക്കെ അനുഭവം ഉണ്ടായിരിക്കും. ഫസ്റ്റ് തന്നെ അവർ പറയും 4 ദിവസം ഒരു റെഗുലർ ബേസിക് എക്സസൈസ് തരും, അത് ചെയ്യും, അത് കഴിഞ്ഞിട്ട് നമുക്ക് വെയിറ്റ് തുടങ്ങാമെന്ന്. അതായത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും പറഞ്ഞു തരാൻ അറിയാത്തവരാണ് ജിമ്മിലിരിക്കുന്നത്. ആ ഒരു ഇൻഫർമേഷൻ നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കണം. ഇനി ജിമ്മിൽ പോകുന്ന സമയത്ത്, ഈ കുട്ടികളൊക്കെ ജിമ്മിൽ പോകുന്ന സമയത്ത് പക്ക പ്രൊഫഷണൽ ആയിട്ടുള്ള ട്രെയിനേഴ്സ് മാത്രമേ ട്രെയിൻ ചെയ്യാൻ പാടുള്ളൂ. ഒരു തലയും വാലും അറിയാത്ത പലരും ട്രെയിനേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. അവർ ഫുഡ് ന്യൂട്രീഷൻ്റെ കാര്യം പറഞ്ഞു കൊടുക്കില്ല, ഫുഡ് എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കില്ല. എന്നിട്ട് വളരെയധികം അത് ദോഷകരമായി ബാധിക്കും. എങ്ങനെ വെയിറ്റ് എടുക്കണമെന്നൊന്നും പറഞ്ഞു കൊടുക്കാൻ സാധിക്കാത്ത ആൾക്കാരുണ്ട്. അതും പെയ്ഡായിട്ടുള്ള ട്രെയിനേഴ്സ് വരെ. എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചതാണ്. പെയ്ഡായിട്ടുള്ള ട്രെയിനേഴ്സിന് വരെ ഒരു തേങ്ങ അറിയാത്തവരുണ്ട്. അപ്പോൾ അതിനെ ഒരു ക്രിട്ടിസൈസ് ചെയ്യേണ്ട കാര്യമാണ്. നല്ല ട്രെയിനേഴ്സ് ഉണ്ട് കേട്ടോ, നല്ല സപ്പോർട്ടീവ്. ഇപ്പം പൈസ ഒന്നും കൊടുക്കാതെ നമുക്ക് നല്ലപോലെ പറഞ്ഞു തരുന്ന ഒരുപാട് പേരെ ജിമ്മിൽ കാണാൻ പറ്റും. നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ. പക്ഷേ അതിൻ്റെ ഓപ്പോസിറ്റ് ആൾക്കാരും ഉണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കണം. ജിമ്മിൽ എല്ലാവരും എന്താ പറയുക, എല്ലാവരും പ്രൊഫഷണലി എല്ലാം തികഞ്ഞവരല്ല ട്രെയിനേഴ്സ് എന്ന് പറയുന്നവർ പോലും. അതിപ്പോൾ എല്ലാ മേഖലയിലും പോലെ, ഇപ്പോൾ ആക്ടിങ് എടുത്താലും ഡോക്ടേഴ്സ് ആയാലും എങ്ങനെ ഏത് മേഖല, അധ്യാപകനായാലും എല്ലാ മേഖലയിലും കുറവും കഴിവുള്ളവരെ പോലെ തന്നെ ജിം മെമ്പേഴ്സിനും ഉണ്ട്. അപ്പം അവരും ഒരു ക്രിട്ടിസൈസ് ചെയ്യപ്പെടേണ്ട ഒരു വർഗ്ഗമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്.